ഹലോ മക്കളെ, അപ്പൊ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക് എങ്ങനെ പഠിക്കും, എവിടെ തുടങ്ങുന്ന ഒരു സംശയത്തിൽ നിൽക്കുകയായിരിക്കും അല്ലെ. ഏറ്റവും നല്ലൊരു സന്തോഷ വാർത്ത, സൈലം PSCയുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക് ബാച്ച് ഈ വരുന്ന 28 ഓഗസ്റ്റിന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മുടെ ബാച്ചിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു സംശയങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ആദ്യം സിലബസ് അറിഞ്ഞ് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് സിലബസിന്റെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു പോർഷനിലേക്ക് 20 മാർക്കാണ് നമുക്ക് സിലബസിന്റെ ഭാഗത്ത് വരിക. അപ്പൊ അതിൽ ഫോറസ്റ്റ് എന്ന ഭാഗത്തിന് 6 മാർക്ക്, അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് എന്ന ഭാഗം 7 മാർക്കാണ്. പിന്നീട് കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് എന്നുള്ളത് 5 മാർക്ക്. പിന്നീട് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് IT ആക്ട് വരുന്നത് എത്രയാണ്, 2 മാർക്കിന്. ഇങ്ങനെ മൊത്തം 20 മാർക്കിനാണ് നമ്മുടെ സിലബസ് ഉള്ളത്. ഇനിയിപ്പോ എഡ്യൂക്കേറ്റേഴ്സിനെ അറിയണം അല്ലെ. ഓക്കെ, അപ്പൊ നോക്കാം. എന്തായാലും കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്ന കാര്യമാണ് ഏതൊക്കെയാണ് എഡ്യൂക്കേറ്റേഴ്സ്, ആരൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടി ഈ ടോപ്പിക് പ്രസന്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ നോക്കാം, IT ആക്ടുമായിട്ട് എബിൻ സാർ ആണ് വരുന്നത്. ഓക്കെ, അതുപോലെ ഈ സ്പെഷ്യൽ ടോപ്പിക് ബാച്ചിൽ നമ്മൾ സിലബസ് ഇപ്പൊ പരിചയപ്പെട്ടു. അതിൽ കണ്ടതാണ് കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ്, അതുപോലെ വൈൽഡ് ലൈഫ്. ഫോറസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക് ആയിട്ട് നമ്മുടെ അനന്ത് സാർ ആണ് ഉണ്ടായിരിക്കുക. അതുപോലെ ഇവിടെ വൈൽഡ് ലൈഫ് എന്ന് പറയുന്ന ടോപ്പിക് ആയിട്ട് അനന്ത് സാറിന്റെ കൂടെ സൂരജ് സാറും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ടോപ്പിക് ബാച്ചിൽ വരുന്ന പ്രിയപ്പെട്ട എഡ്യൂക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മുടെ ഈ കോഴ്സിന്റെ ഫീച്ചേഴ്സ് ആണ്. അപ്പൊ സൈലത്തിലെ ഏത് കോഴ്സ് നോക്കിക്കഴിഞ്ഞാലും അതിലുള്ള ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ക്ലാസ് വരുന്നത് റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസ് ആയിട്ടാണ് അല്ലെ. അപ്പൊ ലൈവ് ക്ലാസ് അഥവാ നിങ്ങൾക്ക് മിസ് ആവുകയാണെങ്കിലും റെക്കോർഡഡ് ആയിട്ട് അത് കാണാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ്. ഓൾറെഡി നിങ്ങൾ പരിചയപ്പെട്ടു ആരൊക്കെയാണ് നിങ്ങൾക്കായിട്ട് ഈ ടോപ്പിക് ഒക്കെ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ മെന്റർഷിപ്പ് ഉണ്ടാവും. പേഴ്സണലൈസ്ഡ് മെന്റർഷിപ്പ് ആണ്. നിങ്ങൾക്ക് ഡൗട്ട് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് കോൺടാക്ട് ചെയ്യാൻ മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ ക്വസ്റ്റ്യൻ സെഷൻ പ്രാക്ടീസസ് അല്ലെ. അപ്പോ സാർ നമുക്ക് ക്വസ്റ്റ്യൻസിലൊക്കെ സ്റ്റേറ്റ്മെന്റ് മോഡൽ അല്ലെ, ആ ഒരു സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യുക അല്ലെ. അതിലൊരു ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ അടിപൊളിയായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. പിന്നീട് മിസ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ക്ലാസ്സുകൾ മിസ്സാവുകയാണെങ്കിൽ അത് റെക്കോർഡായിട്ട് കാണാനുള്ള സൗകര്യം ഉണ്ടാവും. അത് പിന്നീട് റിവിഷൻ ടൈമിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആ റെക്കോർഡ് ക്ലാസ് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നീട് ടെസ്റ്റ് സീരീസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാര്യം നമ്മൾ പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ എക്സാം ചെയ്യാന്നുള്ളത് അല്ലെ മിസ്. അപ്പോൾ ആ ഒരു ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, ആ ഒരു എക്സാമുകൾ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും. പിന്നീട് ആ ഒരു ഡൗട്ട് ക്ലാരിഫിക്കേഷൻ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ആ ഒരു മെന്റർഷിപ്പ് സപ്പോർട്ടോട് കൂടി നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. പിന്നീട് റിവിഷൻ എക്സാമുകൾ കാര്യങ്ങൾ എന്ത് ചെയ്യും, കൃത്യമായിട്ട് തന്നെ ആ റിവിഷൻ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഒരു ബാച്ചിന്റെ കൂടെ നമുക്ക് കൂടെ തന്നെ ചെയ്തു പോകാം. ഇനി ഇവിടെ കാണുന്ന ആൾക്കാരെ പ്രത്യേകം നമ്മൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അല്ലെ. എല്ലാവരും കണ്ടതാണ്. ഇതൊക്കെയാണ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ റിസൾട്ട് വന്ന സമയത്തുള്ള നമ്മുടെ സ്റ്റാർസ് ആണ് ഇവരൊക്കെ. LP-UP റിസൾട്ട് വന്നപ്പോൾ അതേപോലെ LDC അല്ലെ, LDCയിലും LPSC എക്സാമിലും നമ്മുടെ LCS ബാച്ചിലുള്ളത്, CPO അതുപോലെ SI എക്സാമിലൊക്കെയുള്ള നമ്മുടെ സ്റ്റാർസ് ആണ്. റാങ്ക് ഹോൾഡേഴ്സിനെയാണ് കാണുന്നത് അല്ലെ. അപ്പൊ റാങ്ക് ഹോൾഡേഴ്സിന്റെ സക്സസ് മീറ്റും എല്ലാ കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അടുത്ത ബാച്ചിലൂടെ ഈ റാങ്ക് ഹോൾഡേഴ്സ് ലിസ്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അല്ലെ. അടുത്ത സ്റ്റാർസ് ആവാനുള്ളവരാണ് ഇവരൊക്കെ അല്ലെ. തീർച്ചയായിട്ടും. അപ്പൊ ഇനി അടുത്തതെന്ന് പറയുന്നത് അറിയാനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ കോഴ്സിന്റെ ഫീസ് എന്ന് പറയുന്നത്, അതേപോലെ വാലിഡിറ്റി എന്ന് പറയുന്നതും. കോഴ്സിന്റെ വാലിഡിറ്റി വരുന്നത് 6 മാസമാണ്. അല്ലെങ്കിൽ എക്സാം വരെ ഈ കാര്യങ്ങൾ ലഭ്യമായിരിക്കും. അതുപോലെ ഫീസ് സ്പെഷ്യൽ ടോപ്പിക് ബാച്ച് ആണ്. ഫീസ് മറ്റ് ഏത് കോഴ്സ് നോക്കിക്കഴിഞ്ഞാലും സൈലം PSCയിൽ ഏത് കോഴ്സ് നോക്കിക്കഴിഞ്ഞാലും വരുന്ന ഫീസ് പോലെ തന്നെ അല്ലെ. 699 രൂപ മാത്രമാണ് നമ്മുടെ കോഴ്സിന്റെ ഫീസ് എന്ന് പറയുന്നത്. ഇല്ല, ഈ ഒരു കോഴ്സ് ഫീസ് ആണ് 699 രൂപ. 6 മാസത്തേക്ക് അല്ലെ എക്സാം വരെയുള്ള ഫീസാണ് 699 രൂപ അല്ലെ. ഓക്കെ, അപ്പൊ ഇനി എന്തായാലും കൂടുതലും നമ്മൾ വെയിറ്റ് ചെയ്യാതെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാന്നുള്ളതാണ്. സാർ ആദ്യമേ സ്റ്റാർട്ടിംഗ് തന്നെ പറഞ്ഞതാണ്. ഓഗസ്റ്റ് 28-ന് നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യണം, ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി ഇങ്ങനെ സംശയിച്ചിട്ട് സമയം കളയേണ്ട ആവശ്യമില്ല. സ്റ്റാർട്ടിംഗ് തൊട്ട് തന്നെ പഠിക്കുകയാണെങ്കിൽ മിസ്സാവാതെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഓർഡർ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുമ്പോൾ ഡൗട്ടുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒട്ടും താമസിക്കേണ്ട, ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നത്.